ടീനേജേഴ്സിലും 20s 30s അത് വരുന്നത് തുടങ്ങുന്നത്. പക്ഷേ നേരെ മറിച്ച് ഈ തലവേദന ഒരു 60 വയസ്സുകാരൻ ആദ്യമായിട്ട് വരികയാണെങ്കിൽ സൂക്ഷിക്കണം. തലവേദന വരുമ്പം നമുക്ക് ഒരു നമുക്ക് വേദനയ്ക്ക് അതീതമായിട്ടുള്ള ഒരു ക്ഷീണവും ടയർഡ്നെസ്സും ഇറിറ്റബിലിറ്റി, ദേഷ്യം, ഇതൊക്കെ പെട്ടെന്നൊരു ആ രീതിയിൽ നമുക്ക് പിന്നെ വർക്ക് ചെയ്യാൻ ഒക്കത്തില്ല. മൈഗ്രെയിൻ അറ്റാക്ക് ഉള്ള ഒരാൾ അന്നേരം വേറെ ആ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഒക്കത്തില്ല. അതും വെച്ചുകൊണ്ട് പക്ഷേ അത് റിപ്പീറ്റഡായിട്ട് വരികയും മരുന്ന് കഴിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നമ്മളൊരു സ്കാൻ എടുത്ത് നോക്കണം, ന്യൂറോളജിസ്റ്റിനെ കാണണം. ഡോക്ടർ, പലരും ചോദിക്കുന്നത് തലവേദന, തലകറക്കം പരിഹാര മാർഗങ്ങളുണ്ടോ? ഒറ്റമൂലി പ്രയോഗങ്ങൾ നടത്തുന്നവരുണ്ട്. എല്ലാവർക്കും ഈ ചെറിയ തലവേദന വന്നാലും തലകറക്കം വന്നാലും ഒരു ഭയപ്പാടാണ്. ശരിക്കും ഈ തലവേദനയും തലകറക്കവും ഏത് ഘട്ടത്തിലാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? ഈ തലവേദന ഒരുപക്ഷെ ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഒരിക്കലെങ്കിലും അനുഭവപ്പെടാത്ത ഒരു വ്യക്തി ലോകത്തില്ല. സോ അതും ബഹുഭൂരിപക്ഷം കേസുകളിൽ അതൊരു ഇന്നസെൻറ്റ് പ്രശ്നമാണ്. കോമണസ്റ്റായിട്ടുള്ള തലവേദന എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഹെഡേക്ക്. നമുക്കൊരു മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒരു സ്ട്രെയിൻ വരുമ്പോൾ ഉണ്ടാകുന്ന തലവേദന, അത് കൂടുതലും ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പോൾ 4 മണി 5 മണിയാകുമ്പോൾ അതാണ് കോമണസ്റ്റ് ഹെഡേക്ക്, ടെൻഷൻ വാസ് ഹെഡേക്ക് എന്ന് പറയും. അത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന വരും, എന്നാലും നമുക്ക് അത് വെച്ചുകൊണ്ട് ജോലിയൊക്കെ ചെയ്യാൻ പറ്റും ഇരുന്ന് അന്നത്തെ ഇതൊക്കെ കംപ്ലീറ്റ്. പക്ഷേ ഒരു നാഗിങ് പെയിൻ എന്ന് പറയും, 2 സൈഡും വരും. ഈ സൈഡിലൊക്കെയാണ് തലവേദന വരും, ചിലർക്ക് ബാക്കി വരാം. അത് ഒരളവരെയൊക്കെ നമ്മൾ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ലാപ്ടോപ്പിലൊക്കെ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കോ, അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ട് തന്നെ ചില സ്ട്രെസ്, നമ്മുടെ കൊളീഗ്സുമായിട്ടുള്ള ചില ഇഷ്യൂസ്, അല്ലെ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെ കണ്ടമാനം വെയിലുള്ള, ഇങ്ങനെയൊക്കെ അതാണ് കോമണസ്റ്റ് ആയിട്ട്. അത് വൈകുന്നേരത്തെ ടൈമിൽ വരുന്നത്, കൂടുതലും ആഫ്റ്റർനൂൺ, വൈകുന്നേരമാണ്. രാത്രി ഒന്ന് ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് അത് എത്ര ടൈം വരെ നീണ്ടു നിൽക്കാം? അതൊരു 3-4 മണിക്കൂറൊക്കെ നിൽക്കും. ഗവനിക്കേണ്ട കാര്യമില്ല. പിന്നെ സഹിക്കാൻ വയ്യെങ്കിൽ ഒരു പാരസെറ്റമോൾ കഴിച്ചാൽ അന്നേരം മാറുകയും ചെയ്യും. പിന്നെ രണ്ടാമത്തെ ടൈപ്പാണ് മൈഗ്രെയിൻ. മൈഗ്രെയിൻ എന്ന് പറയുന്നത് അത് റിപ്പീറ്റഡായിട്ട് വരികയും ചെയ്യും. അതും നമ്മളൊരു സ്കെയിൽ എടുത്താൽ ആ സ്കെയിലിൻ്റെ ഒരറ്റത്താണ് ഈ ടെൻഷൻ ഹെഡേക്ക്, മറ്റേ അറ്റത്ത് ടിപ്പിക്കൽ മൈഗ്രെയിൻ ആണ്. ഇത് തമ്മിൽ കണക്റ്റഡാണ്. മൈഗ്രെയിൻ സ്ട്രെസ് കൊണ്ട് മൈഗ്രെയിനും വരാം. പക്ഷേ മൈഗ്രെയിൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡായിട്ട് വരും. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തലവേദനയേക്കാൾ പ്രൊപ്പോർഷനേറ്റായിട്ട് നമുക്ക് ക്ഷീണം, ടയർഡ്നെസ് കാണും, നമുക്ക് ഇറിറ്റബിൾ ആയിരിക്കും, നമുക്ക് ഈവൻ സൗണ്ടോ ലൈറ്റോ കാണുന്ന പോലെ നമുക്ക് ഇതായിരിക്കും. അപ്പം തലവേദനയുണ്ട് ഒരു സൈഡിൽ, അത് കൂടുതലും ഒരു സൈഡായിട്ടേ വരത്തുള്ളൂ. 2 സൈഡ് മാത്രമായിട്ട്, 2 സൈഡിൽ വരുന്ന വളരെ അപൂർവമായിട്ടാണ്, ഒരു സൈഡിലായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ആ കൂടെ ക്ഷീണം, നമ്മൾ ഇറിറ്റബിളാണ്. പക്ഷേ തലവേദന അത്ര സിവിയർ ആയിരിക്കത്തില്ല. പക്ഷേ ഒരു വിങ്ങൽ പോലുള്ള തലവേദനയാണ്, ഇങ്ങനെ പൾസ് അടിക്കുന്നതിനനുസരിച്ചുള്ള തലവേദന വരും. പക്ഷേ അതും നമ്മൾ കൂടുതലും വരുന്ന ചെറുപ്പക്കാരിലാണ്. ഒരു 10, 12, 14 വയസ്സ് കഴിയുമ്പോഴാണ് ഇത്. ടീനേജേഴ്സിലും 20s 30s അത് വരുന്നത് തുടങ്ങുന്നത്. പക്ഷേ നേരെ മറിച്ച് ഈ തലവേദന ഒരു 60 വയസ്സുകാരൻ ആദ്യമായിട്ട് വരികയാണെങ്കിൽ സൂക്ഷിക്കണം. സാധാരണ മൈഗ്രെയിൻ വരുന്നത് 15 വയസ്സിനും ഒരു 45 വയസ്സിന് ഇടയ്ക്കൊക്കെയാണ് ആദ്യം തുടങ്ങുന്നത്. അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരാം. പാരമ്പര്യം കാണും, അമ്മയ്ക്കോ അച്ഛനോ സഹോദരങ്ങൾക്കൊക്കെ അത് വരും. ആ ഒരു ഇത് കാണും. ഛർദ്ദിക്കുകയും ചെയ്യും, ചിലർ അത് ഛർദ്ദിക്കുകയും ചെയ്യും, വലിയ തലവേദന കൂടും. ഛർദ്ദിച്ച് കഴിയുമ്പം തലവേദന കുറയും. അതിന് ഫ്രീക്വൻ്റായിട്ട് വരികയാണെങ്കിൽ അതിന് നല്ല രീതിയിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഫ്രീക്വൻ്റായിട്ട് വരികയാണെങ്കിൽ അത് ഒരാൾ വരെ ലൈഫ് സ്റ്റൈലുമായിട്ടും, അതും സ്ട്രെസ് റിലേറ്റഡ് ആണ്. സ്ലീപ്പ് വളരെ കറക്റ്റായിട്ട് ഉറങ്ങിയില്ലെങ്കിൽ മൈഗ്രെയിൻ വരും. അത് ടെൻഷൻ ഹെഡേക്കും അതുപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ അതേപോലെ ചിലതരം ഭക്ഷണങ്ങൾ, ഫാറ്റി ഫുഡ് കൂടുതൽ കഴിക്കുന്നവർക്ക് വരാം, സമയത്ത് ഭക്ഷണം കഴിച്ചില്ലേ വരാം, സൗണ്ട് അധികം കൂടുതൽ കേട്ടാൽ വരാം, ലൈറ്റ് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ വരാം. ഒരു ലൈറ്റ് റൂമിലിരുന്ന് ഭയങ്കരമായിട്ട് ഇതേപോലെ ഷൂട്ടിങ്ങോ ഒക്കെ കൂടുതൽ സമയം ആയി കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരാം. അപ്പം അങ്ങനെ ഒരു റീസൺ കാണും. അത് കഴിവൊന്ന് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പിന്നെ വെള്ളം, ഈ മൈഗ്രെയിൻ ഉള്ളവർ തീർച്ചയായിട്ടും വെള്ളം ശരിക്കും കുടിക്കണം. ഡീഹൈഡ്രേഷൻ, വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ മൈഗ്രെയിൻ വരും. സോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷേ അത് ഫ്രീക്വൻ്റായിട്ട് വരികയാണെങ്കിൽ, അതും ഒരേ സ്ഥലത്ത് തന്നെ, ഒരേ സൈഡിൽ തന്നെ സ്ഥിരം വരുവാണ്, മരുന്ന് കഴിച്ചിട്ടും റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ, അത് നമുക്ക് തലച്ചോറിനകത്തുള്ള രക്തക്കൊള്ളിയിൽ വരുന്ന ഒരു നീർവീക്കമാണ്, ഇൻഫ്ലമേഷനാണ് ഈ മൈഗ്രെയിൻ. അത് ആദ്യം രക്തക്കൊള്ളി ചുരുങ്ങുമ്പോൾ അവിടെ ഓക്സിജൻ്റെ അളവ് കുറയും. സ്പാസ് അത് ചുരുങ്ങുമ്പോൾ ഓക്സിജൻ കുറയുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് രക്തക്കൊള്ളിനെ ഭയങ്കരമായിട്ട് വികസിപ്പിക്കും, സ്ട്രെച്ച് ചെയ്യും. ആ സ്ട്രെച്ചിങ് ആണ് ഈ പെയിൻ വരുന്നത്. അത് ചില കെമിക്കൽ സബ്സ്റ്റൻസ് ബ്രെയിനിൽ അബ്നോർമലായിട്ട് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അത് മരുന്ന് കഴിച്ചാലൊക്കെ മാറുകയും ചെയ്യും. ഒരു സാധാരണക്കാരന് ഇപ്പോൾ ടെൻഷൻ്റെ ഇപ്പോൾ IT ഫീൽഡിൽ ഒരാളെ എടുക്കുകയാണെങ്കിൽ അയാൾക്ക് സ്ഥിരമായിട്ട് തലവേദന വരുന്നു. അയാൾ എങ്ങനെയാണ് ഇത് മൈഗ്രെയിൻ്റെ ആണോ അതോ ഈ ടെൻഷൻ മൂലമുള്ള തലവേദന? ടെൻഷനിലേക്ക് ഓൾമോസ്റ്റ് ഓൾ ഡേയ്സ് കാണും.
മൈഗ്രെയിൻ അങ്ങനെ എല്ലാ ദിവസമൊന്നും വരില്ല. മൈഗ്രെയിൻ മാസത്തിൽ 2-3 പ്രാവശ്യം വരും. ഞാൻ പറഞ്ഞില്ല, ആ തലവേദന വരുമ്പോൾ നമുക്ക് ഒരു എന്താണ്, നമുക്ക് വേദനയ്ക്ക് അതീതമായിട്ടുള്ള ഒരു ക്ഷീണവും ടയർഡ്നെസ്സും ഇറിറ്റബിലിറ്റി, ദേഷ്യം, ഇതൊക്കെ പെട്ടെന്നൊരു ആ രീതിയിൽ നമുക്ക് പിന്നെ വർക്ക് ചെയ്യാൻ ഒക്കത്തില്ല. മൈഗ്രെയിൻ അറ്റാക്ക് ഉള്ള ഒരാൾ അന്നേരം വേറെ ആ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഒക്കത്തില്ല. അതും വെച്ചോണ്ട്. നേരെ മറിച്ച് ടെൻഷൻ ഹെഡേക്ക് ഉള്ളതിന് അതും വെച്ചോണ്ട് ജോലി ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു നാഗിങ് പെയിൻ എന്നൊക്കെ നമ്മൾ പറയുന്നുള്ള ഇങ്ങനെ ഒരു വലിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് അപ്പോൾ ഈ നേരെ മറിച്ച് ഈ മൈഗ്രെയിൻ റിപ്പീറ്റഡായിട്ട് ഒരേ സൈഡിൽ തന്നെ വരികയും ചിലർക്ക് അതോടൊപ്പം കൈക്ക് പെരുപ്പ്, നംബ്നെസ്, വീക്ക്നെസ്, ടെമ്പററി ആയിട്ട് കണ്ണിലൊരു ബ്ലറിങ്, അതൊക്കെ മൈഗ്രെയിൻ്റെ ഒരു ഭാഗമാണ്. ഒരു കണ്ണിനകത്തൊരു ബ്ലറിങ് വന്നിട്ടായിരിക്കും നമുക്ക് ഈ ഹെഡേക്ക് വരുന്നത്. അതൊക്കെ അതിൻ്റെ പ്രിമോണിറ്ററി സിംറ്റംസ് ആണ്. പക്ഷേ അത് റിപ്പീറ്റഡായിട്ട് വരികയും മരുന്ന് കഴിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ നമ്മളൊരു സ്കാൻ എടുത്ത് നോക്കണം, ന്യൂറോളജിസ്റ്റിനെ കാണണം. ചിലപ്പോൾ ഈ രക്തക്കുഴൽ ഒന്നിൽ അത് ചിലപ്പോൾ ചെറിയ ട്യൂമേഴ്സിൻ്റെ ഭാഗമായിട്ട് വരാം, അല്ലെങ്കിൽ ഈ രക്തക്കുഴൽ പിണഞ്ഞു കിടക്കുന്ന അവസ്ഥയുണ്ട്, അന്യൂറിസം, അല്ലെങ്കിൽ ആർട്ടറിയും വീനസും കൂടെ വെയിനും കൂടെ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, സാധാരണ കാപ്പിലറി വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇത് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചില സിറ്റുവേഷൻ ഉണ്ട്. അതിനകത്തൊക്കെ സംഭവിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭാവിയിൽ അത് ബ്ലീഡിംഗ് ഒക്കെ വരാനുള്ള റിസ്ക് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് ഓഫ് കോഴ്സ് ഈ മൈഗ്രെയിൻ റിപ്പീറ്റഡായിട്ട് വരികയും മരുന്ന് കഴിച്ചിട്ട് കുറേയും റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു സ്കാനിങ് എടുത്ത് MRI അല്ലെ MR ആൻജിയോ ഇതൊക്കെ എടുത്ത് നോക്കുന്നത് നല്ലതാണ്. അത് ന്യൂറോളജിസ്റ്റിനെയും കൂടെ ഒന്ന് കാണുന്നതായിരിക്കും അങ്ങനെയുള്ള കേസ്. ഓക്കെ, ഈ 2 തരം തലവേദനയാണ് പൊതുവെ കാണുന്നത്. പിന്നെ വളരെ കോമൺ ആയിട്ടുള്ളതാണ് സൈനസൈറ്റിസ്. അതാണ് ഞാൻ പറയാം, ഈ 3 തലവേദനകളാണ്. സൈനസൈറ്റിസ് ഇസ് വെരി കോമൺ. പിന്നെ കണ്ണിൻ്റെ പവറിന് വ്യത്യാസം വരുന്നതുകൊണ്ടുള്ള തലവേദന, അത് കൂടുതലും ഈ ടെൻഷൻ ഇടയ്ക്ക് വല്ല ഈവനിങ് ആയിരിക്കും വരുന്നത്. കുറേ വർക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് തലവേദന തുടങ്ങും. അത് നെറ്റിയുടെ ഭാഗത്തും കണ്ണിൻ്റെ ഭാഗത്തും കണ്ണിൻ്റെ പുറകിൽ ഒക്കെ ഫീൽ ചെയ്യും. അതുണ്ട്. പിന്നെ അപൂർവമായിട്ട് നമ്മുടെ പൊസിഷൻ കൊണ്ട് ഈ കഴുത്തിൻ്റെ ഈ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കുനിഞ്ഞിരുന്നിരുന്ന മസിൽ സ്പാസം വരും. മസിൽ സ്പാസം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഉച്ചയുടെ ഭാഗത്ത് തലവേദനയായിട്ട് വരാം. അത് ഈ ഒരു സർവൈക്കൽ സ്പാസം കൊണ്ടുണ്ടാകുന്ന നമ്മുടെ പോസ്റ്ററൽ ഹെഡേക്ക് എന്ന് പറയാം. പിന്നെ ചിലർക്കൊക്കെ പല്ലുവേദന, ഈ ജോയിൻറ്റിൻ്റെ ഈ താടിയലിൻ്റെ ജോയിൻറ്റിൻ്റെ പെയിനൊക്കെ ഉച്ചിയിലൊക്കെ ഫീൽ ചെയ്യാം, പെയിനായിട്ട് റഫേഡ് പെയിൻ ഹെഡേക്ക് എന്ന് പറയും. ഇതൊക്കെയാണ് കോമണസ്റ്റ്. പിന്നെ വളരെ അപൂർവം, പിന്നെ ഓഫ് കോഴ്സ് ഒരു പനി വരുന്നതിൻ്റെ ഭാഗമായിട്ടോ സിവിയർ അനീമിയ, ബ്ലഡ് പ്രഷർ വളരെ അമിതമായിട്ട് കൂടുക. നമ്മൾ ആദ്യം വിചാരിക്കുന്ന പ്രഷറിൻ്റെ അസുഖമായിരിക്കും എന്നാണ് തലവേദന. അത് 100-ൽ ഒരാൾക്ക് വല്ലേ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. പ്രഷർ അമിതമായിട്ട് കൂടുക. അപ്പോൾ നമ്മുടെ നോർമൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 120-80 ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 110 ഡയസ്റ്റോളിക് പ്രഷർ, താഴത്തെ വാല്യൂ 110-ന് മുകളിലൊക്കെ പോവുകയാണെങ്കിൽ തലവേദന ചിലപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യാം. വലിയ സിവിയർ ഹൈപ്പർ ടെൻഷൻ ഒക്കെ വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ചില സിസ്റ്റമിക് ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ, തലയുടെ മാത്രമല്ല, ഞാൻ പറഞ്ഞ പനി, ഇതൊക്കെ വരികയാണെങ്കിലും തലവേദന വരാം. ഒരു വൈറൽ ഫീവറിൻ്റെ ആരംഭം തലവേദനയായിരിക്കാം. അപ്പോൾ അത് പക്ഷേ റിപ്പീറ്റ് ചെയ്ത് വരത്തില്ല. റിപ്പീറ്റ് ചെയ്ത് വരുന്ന തലവേദനകൾ ഇത് കൂടുതലും ഇതൊക്കെയാണ്. പിന്നെ തലകറക്കത്തിലോട്ട് വരും. പലരും തലകറക്കത്തിന് കാര്യം പറയാറുണ്ടല്ലോ. ഈ തലകറക്കം എപ്പോഴാണ് നമുക്ക് ഡേഞ്ചർ? തലകറക്കം ശരിക്കും ഞാൻ എപ്പോഴും പറയും, ഈ മറ്റു രോഗം പോലെയല്ല. തലകറക്കം ആർക്ക് വന്നാലും ടെൻഷൻ കൂട്ടും, സ്ട്രെസ്സിൽ. കാരണം നമ്മുടെ കോൺഫിഡൻസ് പോകുന്ന ഒരു തലവേദന നമ്മൾ സഹിക്കും. തലകറക്കം നമുക്ക് അങ്ങ് ഒരു പേടി വരും, കോൺഫിഡൻസ് പോകും. തലകറക്കം ബഹുഭൂരിപക്ഷം 90% തലകറക്കം കാതിനകത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് വരുന്നത്. പിന്നുള്ള 10% ഒരു 5-6% നമ്മുടെ ബ്രെയിനിൻ്റെ ചില രോഗങ്ങൾ കൊണ്ടുവരാം. അത് ഞാൻ പറയാം. 4-5 കേസുകളിൽ ഈ അനീമിയ, ബ്ലഡ് പ്രഷർ, ഇതെല്ലാം തലകറക്കം ചിലർക്ക് അപൂർവമായിട്ടുണ്ടാക്കാം. സിവിയർ രക്തക്കുറവുണ്ടെങ്കിൽ, വളർച്ചയുണ്ടെങ്കിൽ തലകറക്കം വരാം. ചില മരുന്നുകളുണ്ട്, പ്രഷറിൻ്റെ ചില മരുന്നുകൾ കഴിക്കുന്നവർക്കും നമ്മളിരിക്കുന്ന സംസാരിക്കുകയാണ്. ഇപ്പോഴുള്ള BP അല്ല, ഞാൻ പെട്ടെന്ന് എണ്ണീക്കുമ്പോഴേ BP കൂടണം, എന്നാലേ നമ്മൾ ഗ്രാവിറ്റിക്കെതിരായിട്ട് നമ്മുടെ ഹൃദയത്തിനുള്ള ബ്ലഡ് തലച്ചോറിലെത്തത്തുള്ളൂ. പക്ഷേ ഈ ബ്ലഡ് പ്രഷറിൻ്റെ ഗുളിക കഴിക്കുന്നവർക്ക് ആ ഒരു മെക്കാനിസം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല, ആ റിഫ്ലക്സ് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ ഇരിക്കുന്ന പ്രഷറായിരിക്കും എണ്ണീക്കുമ്പോഴും. അപ്പോൾ എണ്ണീക്കുമ്പോഴോ അല്ല കിടന്നിട്ട് എണ്ണീക്കുകയോ ചെയ്യുമ്പോൾ ആ ബ്ലഡ് പ്രഷർ ഇമ്മീഡിയറ്റ്ലി കൂടിയില്ലെങ്കിൽ അത് നമുക്ക് തല ചുറ്റിലായിട്ട് നമുക്ക് അനുഭവപ്പെടാം. അത് പ്രത്യേകിച്ചും ഡയബറ്റീസുകാർക്ക്, മരുന്ന് കഴിച്ചില്ലേ പോലും ഡയബറ്റീസ്, ഈ ന്യൂറോപ്പതിയൊക്കെ ഉള്ളവർക്ക്, ഓട്ടോണോമസ് ന്യൂറോപ്പതി എന്ന് പറയും, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനൊക്കെ വരുന്ന ചില ഡയബറ്റീസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അതുകൂടാതെ ഞാൻ പറഞ്ഞ പ്രഷറിൻ്റെ മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഈ ഒരു മെക്കാനിസം വർക്ക് ചെയ്യത്തില്ല. അങ്ങനെ അല്ലെ സിവിയർ അനീമിയ, ഈ 3-4 കാര്യങ്ങളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇരുന്നിട്ട്. പക്ഷേ അല്ലെങ്കിൽ പിന്നെ
അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ബഹുഭൂരിപക്ഷം കേസുകളും 90% കേസുകളും കാതിനകത്തുള്ള പ്രശ്നമാണ്. കാതിലത് ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ കാതിനകത്ത് സെമി സർക്കുലർ കനാൽ എന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഇന്നർ ഇയറുമായിട്ട് ബന്ധപ്പെട്ട കോക്ലിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കോക്ലിയ കഴിവിക്കുള്ള ഭാഗമാണ്. അതുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന 3 വളഞ്ഞ ട്യൂബുകളുണ്ട്. അതിന് സെമി സർക്കുലർ കനാൽ എന്ന് പറയും. അതിനകത്തൊരു ജെലാറ്റിൻ ലെയറിനകത്ത് നമ്മുടെ കാൽഷ്യം ക്രിസ്റ്റൽസ് ഉണ്ട്. ഈ തല അനങ്ങുമ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ തല അനങ്ങുന്നതിന് അതിനകത്തൊരു ഫ്ലൂയിഡും ഉണ്ട്. ഈ ജെലാറ്റിൻ ലെയർ ഈ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന ഈ ജെലാറ്റിൻ ലെയറിനകത്ത് ഈ ക്രിസ്റ്റൽ ഉള്ളതുകൊണ്ട് അത് ഇച്ചിരി മാസമുള്ളതാണ്. അത് ഇച്ചിരി സ്ലോയിലേ മൂവ് ചെയ്യത്തുള്ളൂ. ആ മൂവ്മെൻറ്റ് തലച്ചോറ് മനസ്സിലാക്കിയിട്ട് ഈ 3 കനാലിൽ നിന്നുള്ള ഇവിടുന്നുള്ള 3 കനാലിൽ ഇവിടുന്നുള്ള 3 കനാൽ 6 കനാലിൻ്റെ ഇൻഫർമേഷൻ ബ്രെയിനിൽ കിട്ടുമ്പോഴാണ് നമുക്ക് നമ്മുടെ പൊസിഷൻ തലച്ചോറ് അറിയുന്നത്. ഇതിലേതെങ്കിലും ഒരു കനാൽ അബ്നോർമലായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ബ്രെയിനൊരു കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷനാണ് തലച്ചുറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കനാലിലുള്ള ഈ ജെലാറ്റിൻ ലെയറിനകത്തുള്ള കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് എന്തെങ്കിലും കാരണവശാൽ ലൂസായിട്ട് വെളിയിൽ പോകും. അത് ചിലപ്പം പ്രായം കൊണ്ട് ആ ജെലാറ്റിൻ ലെയർ നശിച്ചു പോകാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു ഇമ്മ്യൂൺ റിയാക്ഷൻ കൊണ്ട് ഒരു വൈറസ് ഇൻഫെക്ഷൻ കൊണ്ട് ആ ജെലാറ്റിൻ ലെയർ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം വെളി കിടന്ന് ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ ചെറിയ മൂവ്മെൻറ്റിൽ അത് ആവശ്യമില്ലാതെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം തലച്ചോറിനൊരു ഏതാണ് കറക്റ്റ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. അതാണ് തലച്ചോറിൽ. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ബിനൈൻ പാരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ, BPPV എന്ന് പറയും. അതാണ് കോമണസ്റ്റ്. രണ്ടാമതൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് കാതിനകത്തുള്ള ഇന്നർ ഇയറിനകത്ത് ഈ ജെലാറ്റിൻ ലെയറൊക്കെ ഉണ്ടല്ലോ, അത് കിടക്കുന്ന ഇന്നർ ഇയർ ഫ്ലൂയിഡുണ്ട്, എൻഡോലിംഫ് എന്ന് പറയും. ആ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കൂടുന്ന രോഗമുണ്ട്. അതിന് മിനിയേഴ്സ് സിൻഡ്രോം എന്ന് പറയും, അല്ലെ മിനിയേഴ്സ് ഡിസീസ് എന്ന് പറയും. അതാണെങ്കിൽ ഭയങ്കര സിവിയർ തലകറക്കമായിരിക്കും, ഭയങ്കര ഛർദിലായിരിക്കും. അത് ചിലപ്പം ദിവസങ്ങളോളം നിന്നെന്ന് വരും. പിന്നെ അത് കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ അങ്ങ് ശരിയാവും. കാതിലൊരു അടവ് കാണും, കാതിലൊരു മൂളൽ വരാം. അത് കഴിഞ്ഞിട്ട് കുറേ മാസങ്ങളോ ദിവസങ്ങളോ കഴിഞ്ഞ് വീണ്ടും അറ്റാക്ക് വരാം. BPP ആണെങ്കിൽ സ്വല്പം നേരം 1-2 മിനിറ്റൊക്കെ നിൽക്കത്തുള്ളൂ, അല്ലെ 5-6-10 സെക്കൻഡേ നിൽക്കത്തുള്ളൂ. മറ്റേത് മണിക്കൂറുകൾ നിൽക്കും, ചിലപ്പോൾ ദിവസങ്ങളിൽ നിന്നെന്ന് വരും. മിനിയേഴ്സ് സിൻഡ്രോം. പിന്നെ മൂന്നാമതുള്ളത് ഈ വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസ് എന്ന് പറയും. അതായത് ചില വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ട് അത് ഈ കാതിൽ നിന്നുള്ള നെർവ് സെല്ലുകൾ, നെർവ് ഈ ബാലൻസിങ് അവിടെ നിന്നുള്ള നെർവ് തലച്ചോറിൻ്റെ ബ്രെയിൻ സ്റ്റെമിലോട്ടാണ് പോകുന്നത്. അവിടെ കുറച്ച് നെർവ് സെല്ലുമായിട്ട് കണക്റ്റഡ് ആണ്. അതിനെ വരുന്ന ഒരു ഇൻഫെക്ഷനാണ് വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസ് എന്ന് പറയും. അപ്പോൾ ആ നെർവ് സെല്ല് വർക്കിംഗ് പ്രോപ്പർ ആവത്തില്ല. അതൊരു വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ട് നേരിട്ടോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ഇമ്മ്യൂൺ റിയാക്ഷൻ കൊണ്ടോ അങ്ങനെ സംഭവിക്കും. അത് ഈ 3 കണ്ടീഷൻസാണ്. പിന്നെ അപൂർവം ചിലർക്ക് ചെവിയിൽ ഇൻഫെക്ഷനോ പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് കാതിന് ഇന്നർ ഇയറിനകത്ത് ഇൻഫ്ലമേഷൻ വരാം, നീർക്കെട്ട് വരാം, അങ്ങനെ വരാം. ചെവി ഒഴിപ്പുള്ള ഒരാൾക്ക് തലച്ചുറ്റൽ വന്നാൽ വളരെ സൂക്ഷിക്കണം. അത് അകത്തോട്ട് ഇൻഫെക്ഷൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ഓഫ് കോഴ്സ് സെറിബെല്ലം എന്ന് പറയും തലച്ചോറിൻ്റെ ഈ ബാലൻസ് കൺട്രോൾ ചെയ്യുന്നതിൽ നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ള കോർട്ടെക്സ് ഉണ്ട്, ഈ ബ്രെയിൻ സ്റ്റം, ഈ കോക്ലിയ എന്നുള്ള ഇതുണ്ട്, പിന്നെ കണ്ണി എന്നുള്ള ഇമ്പൾസ് ചെല്ലുന്നുണ്ട്, കാലി എന്നുള്ള സെൻസേഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു കയറ്റം കയറുക, കണ്ണടച്ച് കയറിയാൽ നമുക്കതറിയാം ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. പാദത്തിൽ നിന്നുള്ള ഇൻഫർമേഷൻ ബ്രെയിനിൽ ചെല്ലുന്നുണ്ട്. അപ്പം ഈ തലച്ചോറിലെ ഈ ബാലൻസ് കൺട്രോളുള്ള ഭാഗത്തിൻ്റെ 3 ഭാഗത്തു നിന്നാണ് ഇമ്പൾസുകൾ ഇൻഫർമേഷൻ ചെല്ലുന്നത്. ഒന്ന് ഏറ്റവും കൂടുതൽ ചെല്ലുന്ന കാതിൽ നിന്ന്, ഈ 6 സെമിസർക്കുലർ കനാൽ. രണ്ടാമത് ചെല്ലുന്ന കാലിൽ നിന്നുള്ള ഇൻഫർമേഷൻ. 3 കണ്ണിൽ നിന്നുള്ള. അതുകൊണ്ടാണ് ചിലർക്ക് തലകറക്കം രാത്രിയായാൽ കൂടുതലായിരിക്കും, കണ്ണിൻ്റെ സപ്പോർട്ട് പോവുകയാണ്, കാഴ്ച പോവുകയാണ്. അപ്പം നമ്മളെ പൊസിഷൻ കണ്ടുപിടിക്കാൻ ബ്രെയിന് കുറേ കൂടെ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഡയബറ്റീസും അതൊക്കെ വന്ന് കാലിൽ നിന്നുള്ള സെൻസേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാലൻസിനെ ബാധിക്കും. കാഴ്ച പെട്ടെന്ന് സഡനായിട്ട് ചെറുതായിട്ട് സ്ലോലി കുറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ അത് അഡ്ജസ്റ്റ് ചെയ്യും. പെട്ടെന്നൊരു സുപ്രാത്തി കാഴ്ച പോയി കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് കിട്ടത്തില്ല. അപ്പോൾ കണ്ണിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ടും അങ്ങനെ സംഭവിക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ബ്രെയിൻ ട്യൂമർ അല്ലാന്നുണ്ടെങ്കിൽ ബ്രെയിനിലെ രക്തോട്ടം കുറഞ്ഞിട്ട് സെറിബെല്ല എന്നൊക്കെ പറയുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ ബ്രെയിൻ മെഡില്ല, പോൺസ്, ഈ ഭാഗങ്ങളിലൊക്കെയുള്ള മെഡിലെ ഒബ്ലാങ്ങേറ്റയിലാണ് ഈ വെസ്റ്റിബുലാർ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഭാഗം ഇരിക്കുന്നത്. അതായത് ബ്രെയിനകത്തുള്ള ഈ ചെവിയിൽ നിന്നുള്ള നെർവ്സ് പോയി കണക്ട് ചെയ്തിരിക്കുന്ന അവിടെയാണ്. അപ്പോൾ അവിടെയൊക്കെയുള്ള രക്തോട്ടം കുറഞ്ഞു കഴിഞ്ഞാലും തലച്ചുറ്റൽ വരാം. അതൊക്കെ പക്ഷേ അതൊരു 100% താഴെയാണ്. പിന്നെ വളരെ അപൂർവമായിട്ട് ഈ നെർവ് സെല്ലിന്, നമ്മുടെ ചെവിയിൽ നിന്നൊക്കെ വരുന്ന നെർവ് സെല്ലുകൾ, ബ്രെയിനിൽ നിന്ന് വരുന്ന കാതിലേക്ക് വരുന്ന നെർവ് സെല്ലിന് ഒരു ഇൻസുലേഷൻ ഷീത്തുണ്ട്. ഇൻസുലേഷൻ ഷീത്ത്, അല്ലെങ്കിൽ അത് ഇലക്ട്രിക് ഇമ്പൾസ് ആണെന്നല്ലോ ഇതിൽ കൂടെ പോകുന്നത്. ആ ഷീത്തില്ലെങ്കിൽ അതെല്ലാം സൈഡിലോട്ട് പോകും. അപ്പോൾ ഇത് നേരെ ബ്രെയിനിലോട്ട് പോകണമെങ്കിൽ ഈ ഇൻസുലേഷൻ ഷീത്ത് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അത് നശിച്ചു പോകുന്ന ഒരു രോഗമുണ്ട്. അതിനാണ് ഡീമൈലിനേഷൻ എന്ന് പറയും. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നൊക്കെ പറയുന്ന ചില രോഗങ്ങളുണ്ട്.
അതുണ്ടെങ്കിൽ അതും സഡനായിട്ട് വരാം. അതുണ്ടെങ്കിൽ അതിനും തലകറക്കം ഉണ്ടായെന്ന് വരാം. ഒരു സിംറ്റം തലകറക്കമാണ്. പിന്നെ കഴുത്തിൽ കൂടെ ഉള്ള രക്തക്കുഴൽ വെർട്ടിബ്രൽ ആർട്ടറിയിലൊക്കെ രക്തോട്ടം കുറഞ്ഞാൽ, കാരണം ഹൃദയത്തിൽ നിന്ന് ഈ ബ്രെയിൻ സ്റ്റം എന്ന് പറയുന്ന ഭാഗത്തോട്ടുള്ള രക്തോട്ടം പൊതുവെ കുറഞ്ഞാൽ പോലും നമുക്ക് തലച്ചുറ്റലായിട്ട് പ്രശ്നം ചെയ്യാം. അതിന് വെർട്ടിബ്രോ ബേസിലാർ ഇൻസഫിഷ്യൻസി എന്നൊക്കെ പറയും. ഇങ്ങനെ പക്ഷേ ഇതെല്ലാം വളരെ അപൂർവമായി. ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഇതൊന്നും ആരംഭത്തിലേ ഇല്ല. ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള ബഹുഭൂരിപക്ഷം ഒരു 50-60% BPPV ആണ്. ഒരു 20-25% മിനിയേഴ്സാണ്. പിന്നൊരു 15% വെസ്റ്റിബുലാർ ന്യൂറോണൈറ്റിസ് ആയിരിക്കും. ഈ 3 കണ്ടീഷൻസാണ് കോമണസ്റ്റ്. ഓക്കെ, ഇതിപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് ഡോക്ടർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എങ്കിൽ കൂടി അവഗണിക്കാവുന്ന ഒരു തലകറക്കം ഏതാണ്? നമുക്ക് ഗൗനിക്കേണ്ട, ഇത് സാധാരണ തലകറക്കമാണ് എന്ന് നമുക്ക് തന്നെ അനലൈസ് ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടല്ലോ, അത് ഏത് തലകറക്കമായിരിക്കും? തലകറക്കം അവഗണിക്കാൻ പാടില്ല. കാരണം ഈ BPPV ആന്നേ പോലും ഉണ്ടല്ലോ, 1-2 സെക്കൻഡേ ഉള്ളെങ്കിലും തക്കേന്ന് താഴെ വീഴാം. ബാലൻസ് പോയി തലയടിച്ച് താഴെ വീഴും, അല്ലെങ്കിൽ ഹിപ്പ് പൊട്ടിന്ന് വരും. സോ തലകറക്കം യു ഷുഡ് നോട്ട്. തലകറക്കം വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഡോക്ടറെ കാണണം. തലവേദന വേണേൽ ആവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ടെൻഷൻ്റെ ആ ടെൻഷനൊക്കെ കുറച്ച് റിലാക്സ് ചെയ്ത് പോയാൽ മതി. പക്ഷേ അത് പറ്റത്തില്ല. ഈ BPP ആണ് കോമണസ്റ്റ്, മനസ്സിലല്ലേ? അപ്പോൾ അതങ്ങനെ അവഗണിക്കാൻ ഒക്കത്തില്ല നമുക്ക്. കാരണം താഴെ വീഴുന്നു പോകുന്ന ആൾക്കാരുണ്ട്. അതേ ഞാൻ പറയാൻ കാരണം, ബാലൻസ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസേ പോയി കിട്ടും. പിന്നെ എത്രയോ പേര് ഫോബിയയിലോട്ട് പോകും, നടക്കാൻ പിന്നെ പേടിയാണ് അവർക്ക്. ഈ ചില ആളുകൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലകറക്കം വരാറുണ്ട്, പക്ഷെ അത് പോകുമെന്ന് പറയാം, അത് ഗൗനിക്കാതെ വിടാറുണ്ട്. അത് ശരിക്കും അങ്ങനെ ചെറിയ വളരെ മൈന്യൂട്ട് ഒരു തലകറക്കം എന്ന് പറയുന്നത് ചുറ്റും ഇങ്ങനെ കറങ്ങുന്ന ഒരവസ്ഥയാണെങ്കിൽ അത് അവഗണിക്കാൻ പാടില്ല. നേരെ മറിച്ചൊരു തലയ്ക്കൊരു മന്ദത, അതും ചിലർ തലകറക്കം എന്ന് പറയും. ഭാരമില്ലായ്മ, ഇങ്ങനെയൊക്കെയുള്ള ചില ഒരു തോന്നും. അത് വേണമെങ്കിൽ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ അതും ചിലപ്പം കഷ്ടകാലത്തിന് രക്തോട്ടം തലച്ചോറിലെ പ്രായമുള്ളൊരു വ്യക്തിയാണെങ്കിൽ അത് തലച്ചോറിലെ രക്തോട്ടം കുറയുന്നതായിരിക്കും. അപൂർവമായിട്ട് ഹാർട്ടിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ടും ഹാർട്ടിൻ്റെ ഒരു ബീറ്റ് മിസ് ചെയ്താലും നമുക്കൊരു ഫീലിംഗ് ഓഫ് ഒരു മന്ദതയൊക്കെ തോന്നിയെന്ന് വരാം. സോ എൻ്റെ സജഷനിൽ തലകറക്കം കഴിവതും നമ്മൾ അവഗണിക്കാതിരിക്കുക. അങ്ങനൊരു ഫീലിംഗ് പ്രത്യേകിച്ചും റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ, അതും ഓൾഡ് ഏജിൽ ഒരു 40 വയസ്സിന് ശേഷം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഡോക്ടറെ കാണണം, വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഓക്കെ, എന്തായാലും നന്ദി ഡോക്ടറെ. താങ്ക് യു.